ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജനുവരി 30 വെള്ളിയാഴ്ച വിവിധ ഭാഷകളായി ഒട്ടനവധി സിനിമകൾ തിയേറ്ററെടുത്തിരുന്നു. മലയാളത്തിൽ നിന്നും പ്രധാനമായും വലതുവശത്തെ കള്ളൻ, പ്രകമ്പനം എന്നിങ്ങനെ 2 സിനിമകളാണ് തിയേറ്ററെടുത്തിയത്. ഈ 2 സിനിമകളും ക്ലീൻ പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്തിട്ടില്ല. അതേസമയം മിക്സഡ് അഭിപ്രായം, അതായത് ആവറേജ്, എബോ ആവറേജ്, ഡീസന്റ് എന്നിങ്ങനെ വിവിധ രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് പൊതുവെ നേടിയെടുത്തിട്ടുള്ളത്. ബിജു മേനോൻ, ജോജു ജോർജ് എന്നിവർ പ്രധാന താരങ്ങളായി ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത വലതുവശത്തെ കള്ളൻ എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് ഡിനു തോമസ് ഈളനാണ്. ഷാജി നടേശൻ നിർമ്മിച്ച ഈ സിനിമയിൽ ലെന ലിയോണ ലിഷോയ്, ഷാജു ശ്രീധർ, നിരഞ്ജന അനൂപ്, വൈഷ്ണവി രാജ് എന്നിങ്ങനെ മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. ചിത്രത്തിന്റെ ഛായാഗ്രഹണം സതീഷ് കുറുപ്പും വിനായക് എഡിറ്റിംഗ് നിർവഹിക്കുന്നു. വിഷ്ണു ശ്യാമാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. ഈ സിനിമയ്ക്ക് മണിക്കൂറിൽ ബുക്ക് മൈ ഷോയിലൂടെ 2000, 2500, 3000 ടിക്കറ്റുകൾ വരെ വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട്. നിലവിൽ ഈ സിനിമ കേരളത്തിൽ ആദ്യ ദിവസം നേടിയെടുക്കാൻ സാധ്യത 1 കോടി റേഞ്ചിലാണ്. സിനിമയുടെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 1,70,00,000 റേഞ്ചിലുമാണ്. സാഗർ സൂര്യ, ഗണപതി, അമീൻ എന്നിങ്ങനെ താരനിരയുമായി വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്ത ഒരു ഹൊറർ കോമഡി എന്റർടൈനർ ഡ്രാമ കാറ്റഗറിയിൽ വരുന്ന സിനിമയാണ് പ്രകമ്പനം. സംവിധായകൻ വിജേഷ് പാണത്തൂർ, ശ്രീഹരി വടക്കൻ എന്നിവരാണ് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. സിനിമാറ്റോഗ്രാഫി ആൽബിയും സൂരജ് ES എഡിറ്റിംഗ് നിർവഹിക്കുന്നു. ബിപിൻ അശോകാണ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. ഈ സിനിമ ആദ്യ ദിവസം കേരളത്തിൽ 30,00,000 രൂപ മാത്രമാണ് കളക്ട് ചെയ്യാൻ സാധ്യത. സിനിമയുടെ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 50,00,000 റേഞ്ചിലുമാണ്. ഇന്ന് ജനുവരി 30 വെള്ളിയാഴ്ച എത്തിയിട്ടുള്ള ബോളിവുഡ് സിനിമയാണ് മർദാനി 3. അഭിരാജ് മിനാബാല സംവിധാനം ചെയ്ത ഈ സിനിമയിൽ റാണി മുഖർജി, ജാനകി ബോഡിവാല, മല്ലിക പ്രസാദ് എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നെറ്റ് കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 3 കോടി റേഞ്ചിലാണ്. സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 4 കോടി രൂപയും വേൾഡ് വൈഡ് കളക്ഷനായി 4,50,00,000 രൂപയുമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ജനുവരി 22 വ്യാഴാഴ്ച തിയേറ്ററെടുത്ത് നിലവിൽ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ മലയാള സിനിമയാണ് ചത്താപ്പച്ച. അദ്വൈത് നായർ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അർജുൻ അശോകൻ, റോഷൻ മാത്യു, വിശാഖ് നായർ, ഇഷാൻ ഷൗക്കത്ത്, മമ്മൂട്ടി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ 2ാമത്തെ വെള്ളിയാഴ്ച കൂടിയ 9ാം ദിവസത്തിലേക്കാണ് ഇന്ന് എത്തി നിൽക്കുന്നത്. ഇന്ന് ഈ സിനിമയുടെ തെലുങ്ക്, തമിഴ് പതിപ്പ് റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം ഇന്ന് ഈ സിനിമയുടെ സക്സസ് ടീസറും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ പുതിയ സിനിമകളുടെ റിലീസിംഗ് ഈ സിനിമയുടെ കളക്ഷനെ ഇന്ന് ബാധിച്ചിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ 20,00,000 റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 9 ദിവസം കൊണ്ട് കേരളത്തിൽ 15 കോടി 10,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ 9 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 32 കോടി 50,00,000, 33 കോടി റേഞ്ചിലാണ്. നിവിൻ പോളിയുടെ ബേബി ഗേൾ തിയേറ്ററിലെത്തിയിട്ട് 2ാമത്തെ വെള്ളിയാഴ്ച കൂടിയ 8 ദിവസമാണ് പിന്നിടുന്നത്. അരുൺ വർമ്മ സംവിധാനം ചെയ്ത് ജനുവരി 23 തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ ലിജോ മോർ ജോസ്, അഭിമന്യു തിലകൻ, സംഗീത് പ്രതാപ് എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. സിനിമ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 7 ദിവസം കൊണ്ട് കേരളത്തിൽ 3,73,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ 8-10,00,000 റേഞ്ചിൽ മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ കേരളത്തിൽ 8 ദിവസം പിന്നിടുമ്പോൾ 3,80,00,000 റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 6,50,00,000 റേഞ്ചിലുമാണ്. നിവിൻ പോളി നായകനായി അഖിൽ സത്യൻ തിരക്കഥ സംവിധാനം ചെയ്ത് ക്രിസ്മസ് റിലീസായി ഡിസംബർ 25 തിയേറ്ററിലെത്തിയ സർവമായ ജിയോ ഹോട്ട്സ്റ്റാർ വഴി OTT റിലീസ് പൂർത്തിയാക്കി ഇപ്പോൾ കുടുംബ പ്രേക്ഷകരിലേക്ക് നേരിട്ടെത്തിയിരിക്കുകയാണ്. സിനിമ ഇന്നലെ വരെയുള്ള 36 ദിവസം കൊണ്ട് കേരളത്തിൽ 77,60,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് പുതിയ പോസ്റ്റർ ഒഫീഷ്യലായി പുറത്തു വന്നിരിക്കുകയാണ്. സിനിമ 150 കോടി ക്ലബ്ബിൽ എത്തപ്പെട്ടിരിക്കുന്നു എന്ന പോസ്റ്ററാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്. 2025 ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ വമ്പൻ തരംഗമായി ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത ദുരന്തറിന്റെ OTT റിലീസും നെറ്റ്ഫ്ലിക്സിലൂടെ പൂർത്തിയായിട്ടുണ്ട്. രൺവീർ സിംഗ് നായകനായി ആദിത്യ ധർ തിരക്കഥ സംവിധാനം ചെയ്ത് ഡിസംബർ 5 തിയേറ്ററിലെത്തിയ ഈ സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ വിവരങ്ങൾ ഇന്ന് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് പ്രകാരം ഇന്ത്യൻ നെറ്റ് കളക്ഷനായി ഈ സിനിമ 895 കോടി രൂപയും വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 1,355 കോടി രൂപയുമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ ട്രാക്കേഴ്സ് കണക്കിൽ 835 കോടി രൂപയാണ് നെറ്റ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. ഗ്രോസ് കളക്ഷനായി ഈ സിനിമ 1,003 കോടി രൂപയും നേടിയെടുത്തിട്ടുണ്ട്. സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 1,301 കോടി 50,00,000 രൂപയുമാണ്. നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷനും ബുക്കിംഗും നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ബോർഡർ 2 ആണ്. അനുരാഗ് സിംഗ് തിരക്കഥ സംവിധാനം ചെയ്ത് ജനുവരി 23 തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ സണ്ണി ഡിയോൾ, വരുൺ ധവൻ, അഹാൻ ഷെട്ടി എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. സിനിമ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 7 ദിവസം കൊണ്ട് 224 കോടി 25,00,000 രൂപയാണ് നെറ്റ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. ഗ്രോസ് കളക്ഷനായി 269 കോടി 25,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. വിദേശത്ത് നിന്ന് 7 ദിവസം കൊണ്ട് 41 കോടി ഉൾപ്പെടെ 309 കോടി 50,00,000 രൂപയാണ് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിരിക്കുന്നത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.